ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് റൈഡ് വീഡിയോ എന്നല്ല, നമ്മുടെ കരിസ്മയുടെ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. കരിസ്മയ്ക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റി, വേറെ ഒന്നുമല്ല, ഇതിൻ്റെ സ്പീഡോമീറ്റർ കംപ്ലയിൻ്റ് ആയിട്ടോ. സ്പീഡോമീറ്ററിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല, ബാക്കി RPM ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. RPM മീറ്ററൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ പോയതാണെന്ന് സംശയമുണ്ട്, ഒന്ന് അഴിച്ചു നോക്കട്ടെ. കഴിഞ്ഞ ലാസ്റ്റ് റൈഡ് ഇപ്പോൾ അത് വർക്ക് ചെയ്യണില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളം കയറിയിരുന്നു, അപ്പോൾ ഈ സൈഡ് ഡാർക്ക് വന്നിട്ടുണ്ട്. പിന്നെ അഴിച്ചിൻ്റെ ഫിലിം മാറ്റേണ്ടി വരും ഡിസ്പ്ലേയുടെ. നമുക്ക് പിന്നെ ചെയ്യാം. തൽക്കാലം സ്പീഡോമീറ്റർ കേബിളൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മൾ ഷോക്ക് അബ്സർ ഫ്രണ്ട് ഹൈറ്റ് കൂട്ടി ഇപ്പോൾ സ്റ്റോക്ക് സ്പീഡോമീറ്റർ കേബിൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. വേറൊരു സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ വലിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഹൈറ്റ് കൂട്ടുമ്പോൾ ഈ ലെവലിൽ നിൽക്കണമെങ്കിൽ നമുക്ക് സ്പ്ലെൻഡറിൻ്റെ അല്ലെങ്കിൽ പാഷൻ്റെ, പഴയ സ്പ്ലെൻഡർ പഴയ പാഷൻ്റെ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പ് കേബിളേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് കേബിള്. ഇത് ഒറിജിനലല്ല, ഒറിജിനൽ വാങ്ങിച്ചില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ തപ്പി പിടിച്ച പീസാണ് കിട്ടിയത്, ഷോറൂമിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് കേബിൾ സ്പ്ലെൻഡർ പാഷൻ എന്നൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ പഴയ സ്പ്ലെൻഡറിൻ്റെ പാഷനാണ് വാങ്ങിക്കണത്. അതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് സൂപ്പർജെറ്റ് കേബിളിൻ്റെയാണ്, വലിയ കുഴപ്പമില്ലാത്ത കേബിളാണ്. അത്യാവശ്യം എല്ലാ കമ്പനിയുടെ എല്ലാ മോഡൽ കേബിൾ ഒരു ചെയ്യുന്നുണ്ട് കേട്ടോ സ്പീഡോമീറ്ററുണ്ട്. അപ്പോൾ ഇത് പഴയ മോഡലാണ്. പുതിയ മോഡൽ പ്രസ് ചെയ്ത് വയ്ക്കുന്ന ടൈപ്പാണ്. ഇപ്പോൾ പഴയ മോഡലിൻ്റെ നമ്മൾ കയറ്റി വെച്ചിട്ട് സൈഡിൽ നിന്ന് സ്ക്രൂ ഉണ്ട്. നമ്മുടെ ഒരു സ്ക്രൂ ആണ്, ഈ സ്ക്രൂ അഴിച്ചിട്ടാണ് അത് ഊരിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. പഴയ കേബിൾ അഴിച്ചു നോക്കാം, നല്ല കംപ്ലൈൻ്റ് ഒന്നും അറിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ സ്റ്റാർ സ്ക്രൂ ഇവിടെ അഴിക്കാം. കേബിള് പോകുന്ന പക്ഷേ കേബിള് കംപ്ലൈൻ്റാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും മൊത്തത്തിൽ അഴിച്ചു നോക്കാം. മുകളിൽ നിന്നും കൂടി അഴിക്കാം. മുകളിൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ത്രെഡ് തിരിച്ചെടുക്കാം. അത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ത്രെഡ് അഴിച്ചെടുക്കാം കേട്ടോ. അധികം ടൈറ്റും ചെയ്ത് വെച്ചിട്ടുള്ള കേബിൾ ടോപ്പിലപ്പം ഇങ്ങനെ അഴിച്ചെടുക്കാം. നോക്കട്ടെ, കേബിള് പോയാൽ നമുക്ക് നോക്കാം. താഴെ ഇങ്ങനെ സ്ക്രൂ ആണ്. കേബിള് പൊട്ടിയതാണ്, നമുക്ക് നോക്കാം. കേബിളിൻ്റെ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ, എന്താണ് സംഭവം. ഗേസ്, അപ്പോൾ ഇത് മീറ്റർ കേബിൾ പോയതല്ല. മീറ്റർ കേബിൾ പോയാൽ വെച്ചാൽ നമ്മൾ മീറ്റർ കേബിൾ വാങ്ങിച്ചു, അത് ഇട്ടിട്ട് ഇതിൻ്റെ എൻഡ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല കേട്ടോ കേബിളിൻ്റെ. അപ്പോൾ പഴയതിൻ്റെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കേബിൾ പോയതല്ല. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഈ ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ട്, ക്രൗൺ പിനിയൻ എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. അത് പോയി അതിനകത്ത് ഒരു ക്രൗൺ എന്ന് പറഞ്ഞ വീലൊരു പിനിയൻ എന്ന് പറഞ്ഞൊരു വീലുണ്ട്. അത് കറങ്ങുമ്പോഴാണ് കേബിളോട്ട് കണക്ഷൻ ആവുന്നത്. അപ്പോൾ ആ ഗിയർ സിസ്റ്റം ഫെയിലായി പോയേക്കാണ്, കംപ്ലൈൻ്റ് ആയിക്കാണ്. അപ്പോൾ നമുക്ക് പുതിയ യൂണിറ്റ് ഇത് അങ്ങനെ തന്നെ വാങ്ങിച്ചു വെക്കണം. അതുകൊണ്ട് ഒരു 350 രൂപ 360 രൂപ വില ഉണ്ടെന്ന് തോന്നുന്നു പുതിയതിന്. അപ്പോൾ ഇത് കരിസ്മയുടെ തന്നെ വേണമെന്നില്ല. കരിസ്മയുടെ ഇല്ലെങ്കിൽ യൂണിക്കോൺ അല്ലെങ്കിൽ പഴയ CBZ ഹങ്കിൻ്റെ ഒക്കെ സ്യൂട്ടാണ്. അപ്പോൾ ആ യൂണിറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇടാം. അപ്പോൾ ഇനി എന്തായാലും അത് വാങ്ങിച്ചിട്ട് ഫിറ്റ് ചെയ്യാം. ഞാൻ കേബിൾ പോയതെന്ന് വെച്ചാൽ കേബിൾ വാങ്ങിച്ചു, പക്ഷേ കേബിൾ നമ്മൾ തന്നെ അല്ല. പിന്നെ അതെന്തായാലും നാളെ വാങ്ങിക്കാം, എന്നിട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ക്രൗണിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ ക്രൗൺ പിന്നെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ക്രൗൺ വീല് പോയി, ക്രൗൺ വീല് കംപ്ലൈൻ്റ് ആയിപ്പോട്ടത്, തേഞ്ഞ് പോയി. അപ്പോൾ ഇത് പഴയ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പ് കരിസ്മയുടെ ഒറിജിനലാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ ക്രൗൺ വീലും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടാൻ നമുക്ക് എളുപ്പം യൂണിക്കോണിൻ്റെയാണ്. യൂണിക്കോണിൻ്റെ അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് യൂണിക്കോണിന് വാങ്ങിക്കുക. പ്രസ് കേബിളും യൂണിക്കോണിൻ്റെ തന്നെ പ്രസ് ടൈപ്പ് കേബിളും വാങ്ങിക്കണോട്ടോ. പിന്നെ ഇവിടെ ഇച്ചിരി ഈ ഭാഗം ഒരു 0.5 mm, 1 mm വേണ്ട, കുറച്ചൊന്ന് ഉരച്ച് കളയണത്. കുറച്ച് തിക്നെസ് കൂടുതലാണ് ആ ഭാഗത്തിന്. 2-3 ഒരുപോലെ വെച്ചിട്ട് കുറച്ച് കളയണം. അല്ലെങ്കിൽ പിന്നെ ചെറിയൊരു ഗ്യാപ്പ് കാണിക്കും ഈ ഭാഗം. നമ്മുടെ വീലും വരുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കാണിക്കും. ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് കളഞ്ഞാൽ മതി. നമുക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് യൂണിക്കോണായാലും പഴയ CBZ അതുപോലെ ഗ്ലാമറിനൊക്കെ വേണ്ടതൊക്കെ സെയിം തന്നെയാണ്. ഇതാണ് വാങ്ങിച്ചിട്ടത്. ഇത് ഹീറോൻ്റെ ഗ്ലാമറിൻ്റെ ആണത്.
എന്തായാലും നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറിജിനലോ തന്നെ പുതിയതൊരെണ്ണം വാങ്ങിച്ചായിരുന്നു. ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഈ ക്രൗൺ വീല് എടുത്ത് ഇതിനകത്തിട്ടാണ് ഉപയോഗിച്ചത്. പിന്നെ കേബിളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇതിനാണ് ഫിറ്റ് ചെയ്യാൻ പോകണം. കേബിളൊക്കെ മാറ്റിയേക്കാം. ഇപ്പോൾ കേബിളിന് ഒരു 100 രൂപയാണ്. ഇതിന് വരുന്നത് 240 രൂപ വന്നുണ്ട് കേട്ടോ ഈ യൂണിറ്റിന്. ക്രൗൺ ബിനിയൻ സെറ്റിൽ ഇതിന് ഫിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ ക്രൗൺ ബിനിയൻ യൂണിറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ലോക്ക് കണ്ടോ? ഈ ലോക്കാണ് അതിനകത്തേക്ക് കയറണം. അതിൻ്റെ ലോക്ക് ഉണ്ട്. പ്രസ് ചെയ്യുമ്പോൾ പ്രസ് വെച്ചാൽ മതി. അപ്പോൾ കേബിളിനെ ഇപ്പോൾ വാങ്ങിച്ചിരുന്നത് സൂപ്പർ സ്പ്ലെൻഡറിൻ്റെയാണ്. ലെങ്ത്ത് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ യൂണിക്കോണിൻ്റെ ആയാലും മതി. 100 രൂപ ഉള്ളൂ കേബിളിന്. പിന്നെ നമുക്കത് ഫിറ്റ് ചെയ്തിട്ട് മീറ്റർ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ കേബിളിൻ്റെ ഈ ഉള്ളിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കണം. നല്ലതായിരിക്കും. കേബിൾ പെട്ടെന്ന് പൊട്ടി പോകില്ല. കുറച്ച് എഞ്ചിൻ ഓയിൽ ഏതെങ്കിലും കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിനകത്തേക്ക് ലൂബ്രിക്കേഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് ഒഴിച്ചെടുക്കണം. നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഫിറ്റ് ചെയ്യാം. കേസ് അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. പഴയതിനേക്കാൾ ഒരു മെനയുണ്ട് കാണാൻ. കേബിൾ നല്ല സ്മൂത്ത് കേബിളാണ് കേട്ടോ. മറ്റേ ഇത്തിരി ഹാർഡ് പോലത്തെ തോന്നിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി ഓടിച്ചു നോക്കാൻ പറ്റില്ലേ. നല്ല മഴ വരാൻ പോകണം. അപ്പോൾ ഞാൻ നമുക്ക് ഓൺ ചെയ്ത് എന്നിട്ട് സൂചി അനങ്ങണ്ടോ എന്ന് നോക്കി കേട്ടോ. ഒന്ന് കറക്റ്റാൻ വീലി. സൂചി വർക്ക് ചെയ്യുന്നുണ്ട്. 0 എന്ന് പതിയൊന്ന് അനങ്ങിയായിരുന്നു. നമ്മൾ നോക്കാം. പതിയൊന്ന് അനങ്ങുന്നുണ്ട്. ഒരു 5 കിലോമീറ്റർ റേഞ്ചിൽ. അപ്പോൾ സക്സസ് ആണ്. അപ്പോൾ ഇനി നമ്മുടെ സ്പീഡോമീറ്റർ കേബിളിൻ്റെ കേബിളിൻ്റെ വണ്ടിയുടെ ക്രൗണും പിനിയനും സെറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കരിസ്മയുടെ അന്വേഷിച്ച് നടക്കണ്ട. അതുപോലെ CBSറിൻ്റെയോ യൂണിക്കോണിൻ്റെ അല്ലെങ്കിൽ പഴയ CBSറിൻ്റെ അല്ലെങ്കിൽ ഗ്ലാമറിൻ്റെ ക്രൗൺ പിനിയൻ സെറ്റ് വാങ്ങിച്ചിട്ട് അതുപോലെ സ്പ്ലെൻഡറിൻ്റെയോ അല്ലെങ്കിൽ യൂണിക്കോണിൻ്റെ തന്നെ കേബിളായാലും മതി. കറക്റ്റ് ഫിറ്റിംഗ് ഉണ്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഇത് കുറച്ച് ഈ ഭാഗമുണ്ടല്ലോ, അത് നമ്മുടെ യൂണിക്കോണിൻ്റെ ആയാലും ഗ്ലാമറിൻ്റെ കുറച്ച് തള്ളി നിൽക്കണം. അപ്പോൾ അതൊന്നൊരു പൊടിക്കും. ഒരു നൂല് ഇതിനൊന്ന് ഉരച്ചളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഈ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് കാണിക്കും. ഇവിടെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. എല്ലാം കണ്ടീഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ കേബിള് പോയതല്ലായിരുന്നു. ക്രൗൺ പിനിയൻ സെറ്റ് പോയതാണ്. അവിടെ വീല് തേഞ്ഞ് പോയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ കരിസ്മയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു പിനിയൻ വീലുണ്ട്. ഒരു സ്ക്രൂ പോലെ ഇരിക്കുന്ന ഒരു പിനിയൻ വീല്. ആ വീല് മെറ്റലാണ്, ഇത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ പുതിയ ടൈപ്പ് മോഡലിൽ നിന്ന് രണ്ടും പ്ലാസ്റ്റിക്കാണ്. അകത്തെയും പുറത്തെയും പ്ലാസ്റ്റിക്കാണ്. ഇത് എന്താ വെച്ചാൽ മെറ്റലാകുമ്പോൾ വെച്ചാൽ ഇത് മാത്രം തേഞ്ഞ് പോകും. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. രണ്ടും പ്ലാസ്റ്റിക്കാണെങ്കിൽ അത്ര പ്രശ്നമില്ല. വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഡിസ്ക് ബ്രേക്കൊക്കെ ഫിറ്റ് ചെയ്യാൻ ടൈം കിട്ടണം. ടയർ എന്തായാലും മാറണം. അപ്പോൾ ഒരുമിച്ചാണ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു പുതിയ റൈഡ് വീഡിയോ അല്ലെങ്കിൽ അതുപോലെ ചെറിയ അപ്ഡേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരെയും ബൈ ബൈ.